വരുമോ നിൻ തിങ്കളേ തിങ്കളേ. എനിക്കൊരു സമാധാനമായത്. എന്താണ് ചേട്ടി നിന്നെ കുറിച്ച് കരുതിയത്? കാണിച്ചു തരാം ഞാൻ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്. അയ്യോ ഓടിവരണേ, എന്നെ നശിപ്പിക്കണേ. അയ്യോ ഇയാളെന്നെ നശിപ്പിക്കണേ. എന്റെ മോനെ പോയേ. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് ഞാൻ സാറിനോട് ഇത് എങ്ങനെയാ പറയാ? എനിക്കിത് സഹിക്കാൻ കഴിയില്ല. സാറിന്റെ ഈ വൃത്തിയിട്ട മോൻ എന്നെ നശിപ്പിക്കാൻ നോക്കി. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല മോനെ. പുറത്ത് ഇവളുടെ അടവായതൊക്കെ നീ അക്ഷരം മിണ്ടരുത്. അപ്പൊ ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെന്ന്. അപ്പൊ അവളുടെ അടവായതൊക്കെ അവളാ ഇതൊക്കെ ചെയ്തത്, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ മുറിയിൽ എങ്ങനെ വന്നടാ? അത് മേലാൽ ഈ വീട്ടിൽ കണ്ടുപോരുത്. അപ്പൊ ഞാൻ പിടിച്ചോണ്ട് പോയി ഇവനെ. അപ്പൊ ഞാനൊന്നും അറിഞ്ഞല്ല, അവളെന്നെ ചതിച്ചതാ. ഓടാ കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തുന്നോടാ കഴിവരടാ മോനെ. എനിക്കിത് വന്നല്ലോ. അയ്യോ ഞാനിനി എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കും? എനിക്ക് വയ്യേ. അയ്യോ നിന്നെ അവൻ കണ്ടമാനം ഉപയോഗിച്ചു. അയ്യോ എന്റെ സാറേ, ഞാനിത് എങ്ങനെയാ പറയാ? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ ഈശ്വര. ഇനിയും വരില്ല. വാതിലടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും സാർ. എന്നാലും ഞാനില്ലേ പറഞ്ഞു കിടക്ക. ഓക്കെ ഓക്കെ സാർ. അങ്ങനെ ആ പണിയും ഏറ്റു. അങ്ങനെ ദേവികയുടെ ഇവിടുത്തെ ഡ്യൂട്ടിയും ഇന്നത്തോടെ തീരും. മത്തായിയുടെ കുടുംബം ഏകദേശം കലങ്ങി തവിട് പൊടിയായി. പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബോംബ് കൂടി പൊട്ടിക്കണം. जाने क्या होगा हमारे. ഇന്നെന്താ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. അതെ, ഇന്ന് ആയില്യ മഹാമഹം തീരുന്ന ദിവസമല്ലേ. അപ്പോ നാളെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്നെ കെട്ടി നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനോ? ഇല്ല, അതിന് മത്തായി വേറെ ജനിക്കണം. ചേച്ചി പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഇയാൾ ഒരു മാന്യനാണെന്ന് കരുതിയാ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നത്. പക്ഷേ ഈ ദുഷ്ടം പറയാ ഞാൻ ചേച്ചിക്ക് വിഷം തരണോന്ന്. കണ്ടോ, ചേച്ചി കഴിക്കുന്ന ഭക്ഷണത്തില് ആരും കാണാതെ ഇത് ഒഴിച്ചു തരണമെന്ന് ഈ ദുഷ്ടൻ എന്നെ ചട്ടം കെട്ടിയിരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ഈ സ്വന്തം ഭാര്യയെ കൊല്ലാൻ നോക്കുന്ന തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നാളെ എന്നേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോ അവരെ കൊണ്ട് താൻ എന്നെ കൊല്ലിക്കില്ലേ? ദേവിക എത്രക്കാരിയായിരുന്നാലും പാവം ഈ സ്ത്രീയെ കൊല്ലാൻ കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ പോകുന്നു. നീ എങ്ങും പോവില്ല. പോവും. ചോട ഉണ്ടെങ്കിൽ താൻ തടയടോ മൊത്തായി. Yes, proceed.
താങ്ക് യു യുവർ ഓണർ. ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീൽ ഇവിടെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചതുപോലെ ഒരു വാശിയുടെ പേരിലല്ല നീതി തേടി എന്റെ കക്ഷി നീതിപീഠത്തെ സമീപിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളോടെ ഒരു യുവാവിനെ പ്രണയിച്ച രാധിക എന്ന സാധാരണക്കാരി പെൺകുട്ടി ദൃഢനിശ്ചയത്തോടെ ധാരാളം പ്രതിബന്ധങ്ങൾ നേരിട്ട് കോടതി കയറിയിറങ്ങണമെങ്കിൽ ആ വാശിക്ക് മുമ്പിൽ, ആ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് നിശ്ചയമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ഥിരബുദ്ധിയില്ലാത്തവർ പോലും ചെയ്യാൻ മടിക്കുന്ന അതിമൃഗീയമായ ഒരു കൊലപാതകം നടത്തിയ കുന്നിക്കൽ മത്തായിയെ മക്കളെ നീതിപീഠത്തിന് മുമ്പിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്ന പ്രതിഭാഗം വക്കീലിന്റെ ന്യായ അന്യായങ്ങളെ എല്ലാ അർത്ഥത്തിലും ഖണ്ഡിക്കാൻ എനിക്ക് കഴിയും. തറവാട്ട് മഹിമയും തിണ്ണമെടുക്കും പൂത്ത പണത്തിന്റെ അഹങ്കാരവും കൊണ്ട് സാക്ഷികളെ പോലും സ്വാധീനിച്ചിരിക്കുകയാണ് കുന്നിക്കൽ മത്തായിയും മക്കളും. സംഭവത്തിന് ദൃക്സാക്ഷിയായ ഇപ്പോഴത്തെ സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയെ വീട്ടിൽ ചെന്ന് മകളെ കൊല്ലുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവിത ഞാൻ കോടതിക്ക് കൈമാറുകയാണ്. യുവർ ഓണർ, സ്വന്തം മകളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന സേതുശേഖരൻ തമ്പി പ്രതികളെ ഭയന്നാണ് കൂറുമാറി സാക്ഷി പറഞ്ഞതെന്ന് തെളിയിക്കാൻ എന്റെ ഈ രേഖ ധാരാളം മതിയാവും. മകനെ പോലും നിഷ്ഠൂരമായി വധിച്ച ഈ മനുഷ്യൻ എന്തും ചെയ്യുന്ന കാരിരുമ്പ് മനസ്സിന്റെ ഉടമയാണെന്ന് തെളിയിക്കാൻ ഇനിയും എന്റെ കയ്യിൽ നിരവധി തെളിവുകളുണ്ട്. അബലകളായ സ്ത്രീകൾക്ക് നീതിപീഠത്തിൽ നിന്നും നീതി നേടിക്കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധയായ ഈ ഞാൻ എന്റെ കക്ഷിയുടെ ഭാഗത്തെ സത്യസന്ധത തെളിയിക്കാനായി അല്പം വഴിമാറി സഞ്ചരിച്ചുവെന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കട്ടെ. കുന്നിക്കൽ മത്തായിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിക്കൽ ഫൈനാൻസിൽ മാനേജറുടെ വേഷം കെട്ടി മത്തായിയുടെയും മക്കളുടെയും തനി നിറം വ്യക്തമായി തെളിവ് സഹിതം ശേഖരിച്ചിരിക്കുകയാണ് ഈ ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില തെളിവുകളാണ് കോടതിയുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചത്. ബഹുമാനപ്പെട്ട കോടതി ഈ ടേപ്പിലുള്ള തെളിവുകൾ കേൾക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പക്ഷേ ഇത്തവണ വക്കീലിന് അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അരുണിനെ കൊന്ന കേസില് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. എന്തേ ചിരിച്ചത്? എന്റെ ദേവി, ഞാൻ അവരെ പുഷ്പം പോലെ രക്ഷിച്ചുകൊണ്ട് വരും. അതെങ്ങനെ? അവരരുണിനെ കൊന്നില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അരുണിനെ ആ പെണ്ണിന്റെയും സേതുശേഖരൻ തമ്പിയുടെ മുമ്പിലിട്ട് പട്ടിയെ പോലെ വെട്ടിക്കൊന്നതാ മത്തായി. അതിന് അയാൾക്ക് ധൈര്യം ഉണ്ടായത് ഈ ഞാൻ കൂടെ ഉള്ളതുകൊണ്ടല്ലേ. എന്റെ ദേവി, ഒന്നല്ല 9 കൊലപാതകം നടത്തിയാലും പണം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തടിയൂരാം. അതാ കാലം. ആ തുള്ളക്കാരുടെ തുള്ളലിനനുസരിച്ച് ചാടാനും അറിയാനും നാണില്ല നിങ്ങൾക്ക്. ഇല്ലടി, മത്തായിയുടെ തൊലിക്ക് ചില കട്ടികൂടില്ല. തൊലിക്ക് മാത്രമല്ല, മനസ്സിനും. അതുകൊണ്ടാണല്ലോ സ്വന്തം മകനെ അല്പം പോലും ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കൊന്നത്. മത്തായിക്ക് നൊന്താ മത്തായി കൊല്ലും. അപ്പ കാട്ടുന്ന കണ്ടു കണ്ട് മക്കളും പഴിച്ചു പോകും. നോക്കിക്കോ. ഞാൻ കാണിക്കുന്ന കണ്ടിട്ടാണോടി നിന്റെ ഇളയ മകൻ കണ്ട ഹിന്ദു പെണ്ണെ കൊണ്ട് ഒളിച്ചോടി പോയത്?
എന്റെ ഒരു മകൻ പിഴച്ചുപോയി. അവനെ ഞാൻ കൊന്നു. ഇനി ആരെങ്കിലും പിഴച്ചാൽ അവനെ ഞാൻ കൊല്ലും. എന്തിനാ ഉണ്ടായ മകനെ കൊല്ലാൻ പോയത്? ഞാൻ അങ്ങനെ. അവൻ തെറ്റ് ചെയ്തു, അതിന് മരണശിക്ഷയും കൊടുത്തു. അതിലിപ്പോ കുറ്റബോധം തോന്നുന്നുണ്ടോ? എനിക്കോ? കൊള്ളാം. എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. അവളെ, ആ രാധിയെ കൂടി കൊല്ലാൻ പറ്റാത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ കോടതി ശിക്ഷിച്ചാലോ? എന്നെയോ? അത് ഈ ജന്മത്ത് നടക്കൂല മോളെ. കാശ് വാരിക്കോരിയാ മത്തായി വലിച്ചെടുക്കുന്നത്. മത്തായി കേസ് തിരിച്ചു മറിച്ച് ഒരു അവിയൽ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് പേടിപ്പിച്ചപ്പോഴേ ആ സബ് കളക്ടർ അവൻ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുകയും ചെയ്തു. പിന്നെ കോടതിക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മത്തായി നിരപരാധിയാന്ന് കോടതി വിധിക്കും. ഇന്ത്യ മഹാരാജ്യത്തെ ആയിരക്കണക്കിന് ബോൺ ക്രിമിനലുകളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന കുന്നിക്കൽ മത്തായി. പോലീസിനെയും അധികാര സ്ഥാപനങ്ങളെയും ജുഡീഷ്യറിയെയും തന്നെ വെല്ലുവിളിക്കുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ തുടച്ചു നീക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രതിജ്ഞാബദ്ധമാണ്. ജന്മം കൊണ്ട് അനുഭവിക്കേണ്ട വേദനയും യാതനയും അനുഭവിച്ച് ജീവിതത്തോട് ഭയം നിറഞ്ഞ കാഴ്ചപ്പാടോടെ ഓരോ നിമിഷവും തള്ളി നീക്കുന്ന ഈ സാധു പെൺകുട്ടിയുടെ കണ്ണുനീരിന് ഇനിയെങ്കിലും ഒരവസാനമുണ്ടാകണം. 1000 വർഷം കാരാഗ്രഹത്തിൽ അടച്ചാലോ 101 പ്രാവശ്യം തൂക്കിലിട്ടാലോ തീരാവുന്നതല്ല കുന്നിക്കൽ മത്തായി ചെയ്ത കൊടും പാപം. മാനസ നദിയുടെ കരയിലുള്ള കൊടും വനത്തിൽ കൊക്കും ഉരുമി പ്രണയലീലയിൽ ആറാടിക്കൊണ്ടിരുന്ന ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴിച്ചപ്പോഴാണ് ആദികവി വാൽമീകി അരുത് കാട്ടാള എന്ന് പാടിയത്. സുന്ദര സുരഭിലമായ ഒരു ജീവിതം കൊതിച്ച് ഒന്നായ അരുൺ എന്ന യുവാവിനെയും രാധിക എന്ന പെൺകുട്ടിയെയും വേർപിരിച്ച ഈ കൊടും ദുഷ്ടരെ അരുത് കാട്ടാള എന്ന് ശപിക്കാൻ, ശിക്ഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ കഴിയൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വിധി ഒക്ടോബർ 3-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ചിഞ്ചുമോളെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഇതൊക്കെ കളക്ടറച്ചൻ വാങ്ങി തന്നതായിരിക്കും. മോക്കൊരു സമ്മാനവുമായി അങ്കിൾ എത്ര ദിവസമായി നടക്കാന്നറിയാമോ? മോള് വാ. അങ്കിള് കാണിച്ചു തരാം. നടക്കുമോളെ. മോളെ അച്ഛൻ വരും. മോള് കയറി. ചിഞ്ചു, ചിഞ്ചു മോളെ, ചിഞ്ചു. ഇടാ ശേഖരൻ തമ്പി, നീ നിന്റെ ഭാര്യയെ കൊണ്ട് വളരെ സമർത്ഥമായി എന്നെ കൊടുക്കി അല്ലടാ. നിന്റെ വക്കീലമ്മയോടൊന്ന് പറയടാ, ചങ്കൂറ്റുകൊണ്ട് ഈ കുരുന്നിന്റെ ജീവൻ രക്ഷിക്കാൻ. ഏയ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊന്നും അറിഞ്ഞതല്ല. ഇപ്പൊ നീ അറിഞ്ഞല്ലോ, ബാക്കി ഞാൻ അറിയിച്ചോളാം. നീ പോയി നിന്റെ വക്കീലമ്മ കൂട്ടി വാടാ. പോടാ. പെണ്ണെ പിടിക്കാ. നീ വണ്ടി കയറാ. വണ്ടി എടുക്ക. വേഗം വണ്ടി എടുക്ക.